ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ പൊന്നൂസാങ് നല്ല കളിയിലാണ്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മേലെ വീട്ടിൽ പോയിട്ട് കുറച്ച് മാങ്ങയെല്ലാം പറിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു, കുറച്ച് അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ എൻ്റെ ഒപ്പം തന്നെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 4-5 മാങ്ങ പറിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം ഒപ്പരുണ്ട്. പിള്ളേർക്കെല്ലാം മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ഞാൻ ഒരു 4-5 പറിച്ചിട്ടുണ്ട്. അച്ചാറിടാനും പിള്ളേർക്ക് മുറിച്ചിട്ട് തിന്നാൻ കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അത് മാങ്ങയെല്ലാം പിള്ളേർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറിച്ചിടുന്തോറും പിള്ളേരെല്ലാം അതാ കല്ലുമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ താഴത്തെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മാങ്ങയെല്ലാം നല്ല വൃത്തിയൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഈ ചെറിയ പാത്രത്തിലില്ല മാങ്ങയെല്ലാം ഇടുമ്പോഴത്തേക്ക് തന്നെ അതാ ഫുള്ളായി. ഞാൻ വലിയ വലിയ മാങ്ങ നോക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ എങ്ങനെല്ലോ ഞാൻ പിന്നെ ഒരു വിധത്തിൽ കഴുകിയെടുത്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ മൊത്ത വശം മുറിച്ചിട്ട് ഒരു മാങ്ങ പിള്ളേർക്ക് മുറിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരെല്ലാം എൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ പിന്നെ ഇതാ പീസാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എങ്ങനെ ആവുന്നില്ല. വലിയ മാങ്ങയായതുകൊണ്ട് തന്നെ കത്തി ഇറങ്ങുന്നുമില്ല വൃത്തിയിൽ. എന്നിട്ട് ഞാൻ പിന്നെ വെച്ചു തട്ടുന്ന മുറിച്ച് നോക്കാമെന്ന്. ഇങ്ങനെ കിട്ടുന്നില്ല മുറിച്ചിട്ട്. എന്നിട്ട് ഞാൻ പിന്നെ കീറിട്ട ശേഷം ഞാൻ പിന്നെ തട്ടുമ്മ വെച്ചിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തട്ടുമ്മ വെച്ചിട്ടാണ് ഞാൻ പിന്നെ പീസ് ആക്കുന്നത്. അങ്ങനെ ഇതാ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉപ്പും മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് കൂട്ടാൻ കഴിയില്ല, എരിവൊന്നും വേണ്ടാത്ത പിള്ളേരാണ്. അതുകൊണ്ട് ഉപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിള്ളേർക്ക് കൊടുത്തു. ഒപ്പം ഞാനും കൂടി തിന്നിട്ടുണ്ട്. പൊന്നൂസിന് പിന്നെ മാങ്ങയൊന്നും ഇങ്ങനത്തെ തിന്നാൻ പറ്റൂല. അപ്പം ഞാനും ഒരു കഷ്ണം മാങ്ങ എടുത്ത് തിന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മാങ്ങ ഫുള്ളായിട്ട് മുറിച്ചിട്ടൊന്നും ഉണ്ടായില്ല. പിള്ളേർ അങ്ങനെ തിന്നത്തൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കഷ്ണം മുറിച്ചിട്ട് ബാക്കി ഞാൻ പിന്നെ അച്ചാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ലോണം ഉപ്പുണ്ട്. പിന്നെ മുളക് പൊടി പിന്നെ പിള്ളേർക്ക് വേണ്ടാത്തതുകൊണ്ട് പിന്നെ മുളക് പൊടി ഇട്ടിട്ടും ഉണ്ടായില്ല. എരിവ് വേണ്ട പിള്ളേർക്ക്. അതിൻ്റെ ഇടയിൽ ഇവനെന്തോ കുരുത്തക്കട് കളിച്ചിട്ട് എന്താ ചീത്ത പറയുന്നത്. മാങ്ങ ഒരു പ്ലേറ്റ് നിറച്ചുണ്ടായിന്. ഇപ്പോൾ ഇതാ 3-4 കഷ്ണയിൽ. അപ്പോൾ ഇതും കൂടി പിള്ളേർ ഇനി തിന്നും. പിന്നെ ഇപ്പോൾ ബാക്കിയിലെ മാങ്ങ ഞാൻ മുറിച്ചിട്ട് അച്ചാറാക്കാമെന്ന് വിചാരിക്കുന്നു, നമുക്ക് ചോറിനെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാങ്ങയും ചക്കയെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് വീട്ടിൽ, പക്ഷെ ആർക്കും വേണ്ട. എനിക്ക് തീരെ വേണ്ട. ഞാൻ പിന്നെ അച്ചാറാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറിച്ചതാണ്. പൊതുവെ മാങ്ങയോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ചെറുപ്പത്തിലെല്ലാം ആണെങ്കിൽ നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് പഴുത്ത മാങ്ങ തിന്നാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് കൂക്കുന്നെല്ലാം ഒച്ച കേൾക്കുന്ന പൊന്നൂസിൻ്റെ ആണ് കേട്ടാ, ഓളടുത്തുണ്ട്. അപ്പം വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഓള് അടുത്തുനിന്ന് കളിക്കുന്നത്, അതാണ് സൗണ്ട് കേൾക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ പൊന്നൂസിനാണെങ്കിലും മാങ്ങയോ ഇങ്ങനത്തെ ഒന്നും വേണ്ട തിന്നാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഭാഗമേ ചിന്തിക്കലില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.